MC ഗെയിമിംഗ് 2008 പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടു പോവാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുതിയ നമ്മുടെ സിനത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളാണ്ട് ഇവിടെ കുറച്ച് പണിയൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊണ്ട് വച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. നമ്മളതിൻ്റെ അടിയിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു ഇത് അടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ഇതിൻ്റെ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഞാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരുന്നതാണ്. ഫെദർ ഫാളിങ് നല്ലതാണ്, ഇൻഫിനിറ്റിയും നല്ലതാണ്. ഞാൻ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഓർമ്മയില്ല, സോറി. അപ്പോൾ ഇങ്ങോട്ടത് മാറ്റിയിട്ടുണ്ട്, കാണിച്ചു തരാം. വെയിറ്റിംഗ് കണ്ടോ, ഇങ്ങോട്ടത് മാറ്റിയിട്ടുണ്ട്. നല്ലതൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ രണ്ടുമൂന്നെണ്ണം ഫയർ എക്സ്പെക്ട് 2 അല്ല, ഫയർ എക്സ്പെക്ട് 3 വരെ കണ്ടില്ലേ. അക്വ അഫിനിറ്റി ഇതും അങ്ങനെ എടുത്തിട്ടില്ല. നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇത് വർക്കിംഗ് അല്ല, എൻ്റെ പേര് നമ്മുടെ ഇത് അയൺ ഫാം നോട്ട് വർക്കിംഗ്. അതെന്താണെന്ന് അറിഞ്ഞൂടാ, അതെന്താ വർക്കാവാത്തതെന്ന്. ഇതിങ്ങനെ ചെയ്താൽ ചില എടുക്കും, അതെല്ലാവർക്കും അറിയാം. 5 അതൊന്നും വേണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും അത്യാവശ്യമുള്ളതൊക്കെ വരുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ഫയർ പ്രൊട്ടക്ഷൻ 3 വന്നിട്ടുണ്ട്. നമുക്കിത് 2 എണ്ണം വാങ്ങിച്ചാൽ കമ്പൈൻ ചെയ്താൽ ഫയർ പ്രൊട്ടക്ഷൻ കിട്ടും. പക്ഷെ ഫയർ പ്രൊട്ടക്ഷൻ വേണ്ട. പക്ഷെ ഇവൻ ടീമാണോ നോക്കട്ടെ. സ്കിഫി ടീമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഫയർ പ്രൊട്ടക്ഷൻ 3 വേണ്ട ഗൈസ്, പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മതി. ഗൈസ്, അവൻ ലെഫ്റ്റ്. ഗൈസ്, എനിക്ക് ഇതുണ്ടാക്കണം, അതായത് അയൺ ഫാം. ഗൈസ്, എങ്ങനെയെങ്കിലും ഒരു അയൺ ഫാം കിട്ടിയായിരുന്നെങ്കിൽ സെറ്റ് ആയേനെ. ഗൈസ്, ഇവിടെ ഒന്നും നമ്മൾ അയൺ ഫാം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് നമുക്കൊന്നാലും പറയാം നമ്മുടെ ടീംമേറ്റിൻ്റെ അടുത്ത്. ഗൈസ്, ഇവിടെ കണ്ട് നമ്മുടെ സോംബി കിടപ്പുണ്ടായിരുന്നു. ഇതെന്തോ ഒന്നേ ഉള്ള. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു അവന്മാർ വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അവന്മാർ എനിക്ക് തോന്നുന്നു ഒരു ഫാർമർ അല്ല. ഓക്കെ, എനിക്ക് ഫാർമർ അല്ലെന്ന് തോന്നി. ബെഡ് വേണം. യെസ്, അയൺ ഫാം ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. എനിക്ക് തോന്നുന്നു അവർ ഇത് ഡാമേജ് ചെയ്ത് കളഞ്ഞെന്ന് തോന്നുന്നു അയൺ ഫാം. നമുക്ക് അയൺ വേണമായിരുന്നു. എനിക്കിപ്പോൾ ഒരെണ്ണം ഉണ്ട്. എന്തുവാടാ, ഒന്നേ ഉള്ളൂ യെസ്. ഞങ്ങൾക്ക് അയൺ ഫാം ഇതുണ്ട്, ഇതുണ്ട്. XP ഫാം ഉണ്ട്. അത് കാണിച്ചില്ലല്ലോ, അത് അങ്ങ് അവിടെ ആണ്. ഞാൻ പറയാം, ഓഷ്യൻ. ബേസ് അടുത്ത. നമുക്ക് ഇച്ചിരി ഇത് വേണം എങ്ങനെയെങ്കിലും, അയണേ. പിന്നെ അതൊന്നും അയണില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കുറച്ച് അയൺ വേണം. ഗൈസ്, നമുക്ക് പ്രൊട്ടക്ഷൻ 4 കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഇതിന് പ്രൊട്ടക്ഷൻ 4 ഒക്കെ കിട്ടി. ഇതെന്തുവാ, മെൻഡിങ്. ഓക്കെ, നല്ലതാ. ഫയർ എക്സ്പെക്ട് 1 അല്ല നമുക്ക് വേണ്ട, ചുമ്മാ മെൻഡിങ് ആവശ്യമുണ്ട്. ഇത് ലോക്ക്ഡാ, അതുകൊണ്ട് അതിനകത്തൊന്നും കുഴപ്പമില്ല. നമുക്ക് ഇതിനകത്ത് 3 വില്ലേജറിനെ അങ്ങ് എടുത്താലോ. നമുക്കിത് വേണ്ടേ, പിന്നെന്തുവാ. അയൺ ഫാം, നമുക്ക് അയൺ ഫാം എല്ലാം വർക്കിംഗ് ആണോ നോക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ, വർക്കിംഗ് അല്ല എന്തായാലും. ഗൈസ്, നമുക്കപ്പോൾ അയൺ ഫാം ഇല്ല.
അതേ ഉള്ളൊരു പ്രശ്നം. ഈ ഫാൻ ഫോം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ വർക്കിംഗ് അല്ല, അത് ഉറപ്പാണ്. ഇതൊന്ന് ഇവിടുന്ന് ഒരു വില്ലേജറിനെ എടുത്തതാണ്. ആണ്ടെ അല്ല പിന്നെന്ത്, ഇതെന്താ വർക്കിംഗ് ആവാത്ത? ഇതിനകത്തിപ്പോൾ ചോടയാൻ ചാവും. ഇവിടുന്ന് എന്തോ അറിയാങ്ങനെ. ഇവിടുന്ന് ഇത് എനിക്ക് പെർമിഷൻ ഇല്ലെന്ന് തോന്നുന്നുണ്ട്. പെർമിഷൻ ഇല്ല. അപ്പോൾ ഇതിനകത്ത് വർക്കിംഗ് ആണോ? അതുകൊണ്ട് 2 ചെസ്റ്റൊക്കെ ചേക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രേഡിംഗ് ഹാളിലോട്ട് പോവാം. ഇതെന്തുവാ? ഞാനവിടെ പ്രൊട്ടക്ഷൻ 4 എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തായാലും ഇപ്പോൾ പോയി കാണും. ബെഡ് ഉണ്ടോണ്ട് ചിലപ്പോൾ പോകത്തില്ല. റിപ്റ്റൈഡ് 2 പോയി. ഇത് കഷ്ടം, അത് വാങ്ങിച്ചു വെക്കണമായിരുന്നു. ഇത് പൊട്ടിക്കാം. നല്ല വീട്ടണേ, നല്ല വീട്ടണേ എന്ന് പറഞ്ഞിട്ട് മെൻഡി. മെൻഡി വേണ്ട, മെൻഡിങ് വേണ്ട. അവ പിന്നെ ചെയ്ത്, ഇപ്പം ചെയ്താൽ പിന്നെ പ്രശ്നമാണ്. ഇത് അടുത്ത എടുക്കുമോ? എടുക്കത്തില്ല, അതൊന്നും എടുക്കത്തില്ല. ഇതൊക്കെ താഴ്ത്തി വെക്കാം. താഴ്ത്തിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കണം, എങ്ങനെയെങ്കിലും കുറച്ച് അയൺ കിട്ടണം. ഇത് അത് വേണമായിരുന്നു. എന്തുവാ, നമുക്കത് ആരോ അത് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ആരാന്ന് അറിഞ്ഞൂടെ, അത് പൊട്ടിച്ച് കളഞ്ഞേക്കുക. പിന്നെ ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ മൈനിങ് ചെയ്യുമായിരുന്നു. ഞാൻ മൈനിങ് ഏരിയ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ. ഞാൻ മൈൻ ചെയ്തതാണ്. എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ല. ഞാൻ അകത്ത് പോയി ഞാൻ കാണിച്ചു തരാം. ഞാൻ ലാസ്റ്റ് എത്തിയത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ. ഇത് ഞാൻ ഇങ്ങനെയാണ് മൈൻ ചെയ്യുന്നത്. എനിക്കിതുവരെ ഇതിനകത്തുനിന്ന് ഒരു കുന്തവും കിട്ടിയിട്ടില്ല. അവസാനം ഞാൻ വന്നു ഇപ്പം ഇത് പെട്ടു. ഇതിനകത്ത് ഈ ഒരു ലാവക്കകത്ത് ഞാൻ പെട്ടു. ഇതിനകത്ത് പെട്ടപ്പോൾ ഞാൻ ചത്തുപോയി. എൻ്റെ അയൺ ആർമറെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നമുക്ക് അയൺ ആർമർ ഇല്ലാഞ്ഞത്. ഇതാണ് എൻ്റെ സാഡ് സ്റ്റോറി. ഞാനിപ്പോൾ ഇത് ചെയ്യുക. ഇതിനകത്ത് എനിക്ക് ഇമോട്ട് ഇടാവോ? പറ്റുമോ? പറ്റത്തില്ലെന്ന് തോന്നുന്നു. കേസ് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഗൈസ്, ഇത് വർക്കിംഗ് ആണ്. എനിക്ക് പെർമിഷൻ വേണം. ക്യുഫി വരണം. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നിറഞ്ഞു ഇതായിരിക്കുമെന്ന്. നമുക്ക് ക്യുഫി വരുമ്പോൾ പെർമിഷൻ വാങ്ങിക്കാം. അപ്പോൾ ക്യുഫി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോംബി കിടപ്പുണ്ട്. എടുത്താൽ ചത്തു പോവും. ഇല്ല, സൈഡിൽ അയ്യോ ചത്തു അത്. ഡീസ്പോണായി കാണും. അല്ലാതെ അതൊന്നും വരാൻ ചാൻസ് ഇല്ല. നമുക്കൊരു കമ്പോസ്റ്റർ ഉണ്ടാക്കി ഇവിടെ വെച്ചാലോ? അത് വർക്കാവട്ടെ എങ്ങനെയെങ്കിലും. അല്ലെങ്കിൽ അത് നമുക്ക് പിന്നെ വില്ലേജേഴ്സ് കിട്ടാൻ പാടാം. അപ്പോൾ നമുക്കത് എന്തായാലും ഉണ്ടാക്കാം. നമ്മൾ ഫസ്റ്റ് കമ്പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് വെക്കാം. ഓക്കെ, നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. കമ്പോസ്റ്റർ ഉണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത്
നമുക്കെന്തായാലും ഇവിടെ പോവാം. ഇവിടെ നമ്മുടെ ഇവിടെ നമ്മുടെ മോപ്പ് ഫാമിലോട്ട് എന്തായാലും പോവാം. അവിടെയാണ് മോപ്പ് ഫാം. ഞാൻ പോകുന്ന വഴിയും കാണിച്ചു തരാം. അങ്ങോട്ട് നമുക്ക് പോവാം. കേസ് അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ പോവാം. എന്തോ എന്തോടെ ഞങ്ങളുടെ വേസിൻ്റെ ഇവിടെ ഫുൾ കുളമാക്കിയിട്ടേക്ക് കുന്ത. നമുക്കതെല്ലാം അങ്ങോട്ട് പോവാം. എനിക്ക് കറക്റ്റായിട്ട് വഴി അറിഞ്ഞില്ലെങ്കിലും അതെന്തൂടെ കോട്ട ഓരോ സൂപ്പർ കോട്ട കഴിയുന്നുണ്ട്. ഇതുപോലെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാം. പിന്നെ വീട്ടിൻ്റെ സ്ഥലം ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ അടുത്തൊരു ഫ്ലവർ ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഫ്ലവർ ഫോറസ്റ്റിലോട്ട് നമ്മുടെ വീട് വെക്കും. ഇതുപോലൊരു കൊട്ടാരം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഇതുപോലൊരു കൊട്ടാരം ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇതെന്തൂടെ ബ്രിഡ്ജ്, ഇതൊക്കെ സെറ്റാണല്ലേ. ഐ ആം സോ സില്ലിയുടെ നമുക്കതിൽ അതിലേക്കൂടെ ഇങ്ങനെ പോവാം. ഇതിലേക്കൂടെ അങ്ങാണ്ട് ഇവിടെ വില്ലേജ് ഉണ്ടോ? ഇത് പൊളിച്ച് ഇതെന്തോ വില്ലേജിൻ്റെ അടുത്ത ഒരു വില്ലേജ്. ഇത് ഉണ്ടാക്കിയൊന്നുമില്ല. ഇത് കിടക്കാച്ചി. വില്ലേജിൻ്റെ അടുത്തൊരു വില്ലേജ് ഉണ്ട്. ഇതിനകത്തുള്ള വില്ലേജേഴ്സിനെ ആരോ മോട്ടിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത് എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഹാൻഡ് ഫാം അങ്ങ് പണിയാൽ പോരെ? പറഞ്ഞ് ശരിയല്ലേ. ഇതെന്തോടാ ഇത്? ഇത്ര വില്ലേജസ് ഉണ്ടോ? നമുക്കിവിടെ അയൺ ഫാം അങ്ങ് പണിയാം ഗൈസ്. ഞാൻ പിന്നെ കാണിച്ചു തരാം. നമുക്കിവിടെ അതിൽ അയൺ ഫാം അങ്ങ് പണിയാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അയൺ ഫാമിലുള്ള പണിയെ നോക്കാം. ജാവ എഡിഷൻ ആയതുകൊണ്ട് നമ്മുടെ ജാവ പ്ലസ് ബെഡ് റോക്ക് ആയതുകൊണ്ട് നമുക്ക് മറ്റേ ജാവയിലെ ഫാമും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ 5x3 നമുക്കതിൽ 5x3യുടെ ഒരു ഇതുണ്ടാക്കാം. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് സീനായിരുന്നു കേട്ടോ. പൊളിച്ച് എനിക്കിഷ്ടപ്പെട്ട്. ഒരു അയൺ ഫാം പറ്റുവാണെങ്കിൽ നോക്കട്ടെ. വർക്കാവെന്ന് പറഞ്ഞാൽ 4 5. പിന്നെ നമുക്ക് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ബെഡൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കതിൽ എവിടെ പ്ലേസ് ചെയ്യാം. രാത്രിയാകുമ്പോൾ ഇത് തന്നെ വന്ന് കിടന്നോളും. ഇനി നമുക്ക് രാത്രിയാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ 7 ബ്ലോക്ക് റേഡിയസിൽ നമുക്ക് പാത്ത് ബ്ലോക്ക് ആക്കണം. പിന്നെ നമ്മുടെ ലെറ്റ്സ് പ്ലേ തന്നെ ഒരു പാർക്കോർ ഉണ്ട്. അതാണിത്. ഇതുപോലെ പോണം. പാർക്കോറായത് സംഭവം. ഇതാണ് നമ്മുടെ പാർക്കോറെന്ന് വെച്ചാൽ ഇതിനകത്ത് പാർക്കോറുണ്ട്. നിങ്ങളിതിനകത്ത് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് പാർക്കോറൊക്കെ ചെയ്യാം. അയൺ ഫാമൊക്കെ ഉണ്ടാക്കി തീർന്നു. ഞാൻ അവിടെ ഉണ്ട്. ഞാൻ വിചാരിച്ച് പാർക്കോർ ചെയ്യാന്ന്. ഉണ്ട് നമ്മളങ്ങോട്ട് കാണണ്ടേ. ഓയ്യോ, എനിക്ക് പാർക്കോറൊന്നും വലിയ പിടുത്തമല്ല. പിന്നെയും പോയി. ഇങ്ങനെ അടിച്ചാൽ നിങ്ങൾക്ക് പാർക്കോർ ചെയ്യാം. നിങ്ങൾ ഈ സ്ഥലത്ത് കയറുക, കളിക്കുകയും. ഫസ്റ്റ് സ്കോർ, സെക്കൻഡ് സ്കോർ, തേർഡ് സ്കോർ. അയ്യോ 4.
AJP ടോപ്പ് എന്ന് അടിച്ചാൽ ടോപ്പിൽ ആരൊക്കെയാന്ന് കാണിക്കും. ക്രൗൺ, കിഫി ഇവരൊക്കെ ടോപ്പിലുള്ളവരാ. പിന്നെ സ്കൈ ബ്ലോക്ക് അതൊക്കെ ഒത്തിരി കാര്യങ്ങളിപ്പോൾ ഇതിനകത്തിപ്പോൾ വരും. ഒരുപാട് കാര്യങ്ങളിപ്പം വരും. ഉണ്ടോ? വെൽക്കം ആദ്യം ടു സർവൈവൽ പാർക്ക് സ്കൈ ബ്ലോക്ക് പാർക്കർ സ്കൈ ബ്ലോക്ക് PvPക്ക് കളിക്കാൻ അല്ല VIP കളിക്കാൻ നോക്കും. സോറി, അതായത് പൈസ കൊടുക്കണം. പിന്നെ ഇതെന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് നമ്മൾ SMBയിലോട്ട് കയറും. പിന്നെ ഇതാ വെയിറ്റ് കാണിച്ചു തരാം. /AJP ലിസ്റ്റ് ഉണ്ടോ? പ്ലേസ് ഇൻ പാർക്കോർ നോൺ. ആരും പാർക്കോർ കളിക്കുന്നില്ല. നമുക്കൊന്നുകൊണ്ടൊന്ന് കളിക്കാം. വെയിറ്റ് ചെയ്യും. ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കതിൽ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഗൈസ്, അപ്പോൾ നമുക്കതിൽ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റ ബൈ ബൈ. ബൈ 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 ബൈ.